മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3060 എന്ന പ്രിന്റർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അത് ആദ്യം പരിചയപ്പെടുത്തി തരാം. അതിലാദ്യം വരുന്നത്, പ്രിന്റർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം ചെയ്ത് തരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും പ്രിന്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്കോ അല്ലെങ്കിൽ വില കുറഞ്ഞ ഇങ്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് ഇങ്ക് വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓൺലൈനിൽ അധികം വരുന്നതും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വെച്ചാൽ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല, നിങ്ങളെ പ്രിന്റിംഗ് ക്വാളിറ്റി തന്നെ മാറുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത് ഹെഡ് മാറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ടിലേക്ക് പോകും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, പ്രിന്ററിൻ്റെ ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിന്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഓഫ് ചെയ്യാതിരിക്കാൻ നോക്കുക. മസ്റ്റായിട്ട് പ്രിന്റർ ഒരു ബാക്കപ്പ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കണം. നാലാമത്തെ കാര്യം, പ്രിന്റർ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ട്രയൽ പേപ്പർ വെക്കുക. അല്ലാത്ത സമയത്ത് ട്രയൽ നിന്നും പേപ്പർ മാറ്റി വെക്കേണ്ടതാണ്. ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ പ്രിന്റർ വരുന്നത്. നിങ്ങൾക്ക് വാറണ്ടി കേസിനോ അല്ലെങ്കിൽ മറ്റു നിങ്ങൾക്ക് സർവീസ് ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് സീരിയൽ നമ്പർ ആവശ്യമായിട്ട് വരും. പ്രിന്ററിൻ്റെ സീരിയൽ നമ്പർ ഒന്ന് പ്രിന്ററിൻ്റെ പിറകു വശത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റിക്കർ ഇടത് സൈഡിലുണ്ടല്ലേ, ഇവിടെ ഇങ്ങനെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നിങ്ങളുടെ പ്രിന്ററിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ ചോദിക്കുന്ന സമയത്ത് അത് പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് കോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രിന്ററിൻ്റെ പവർ കേബിൾ വരുന്നത് പ്രിന്ററിൻ്റെ പിറകുവശത്ത് ലെഫ്റ്റ് സൈഡിലും USB കണക്ടിവിറ്റി വരുന്നത് പ്രിന്ററിൻ്റെ റൈറ്റ് സൈഡിലും ഇവിടെയുമാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഈ 2 ഭാഗത്താണ് ഇതിൻ്റെ പോർട്ട് കണക്ടിവിറ്റി വരുന്നത്. പിന്നെ പ്രിന്ററിൻ്റെ ഹെഡ് മാറ്റുന്നത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണെങ്കിലും നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ അടുത്തുള്ള ഓതറൈസ്ഡ് എഞ്ചിനീയറെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. കാരണം നിങ്ങൾക്ക് വാങ്ങി മാറ്റുന്ന സമയത്ത് എന്തെങ്കിലും കേസുകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോർഡ് വരെ ഷോർട്ട് ആവുന്നതാണ്. അപ്പോൾ കഴിയുന്നതും നിങ്ങളൊരു ഓതറൈസ്ഡ് ടെക്നീഷ്യനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. 2 ഹെഡാണ് വരുന്നത്. കളറിൻ്റെ ഒരു ഹെഡും ബ്ലാക്കിൻ്റെ ഒരു ഹെഡ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാരേജ് കാണാൻ സാധിക്കും. ഇവിടെ ടോപ്പ് ഉണ്ട്. ഈ ടോപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓപ്പണായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ CB എന്ന് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. C എന്ന് പറഞ്ഞാൽ കളർ കാരേജിനെ അല്ലെങ്കിൽ കളർ ഹെഡിനെ കുറിച്ചാണ്. B എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഹെഡിനെ കുറിച്ചാണ് വരുന്നത്. നമ്മളെ ഹെഡിലും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഹെഡ് എടുക്കുക. അവിടെ ഞാനിപ്പോൾ കളറിൻ്റെ ഹെഡാണ് എടുത്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബോക്സിൽ നിന്നും ഹെഡ് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. മസ്റ്റായിട്ട് ഈ 2 ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തിരിക്കണം. ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ആ C എന്ന് എഴുതിയ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക. വീഡിയോയിൽ കാണാൻ സാധിക്കും. ഞാൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റായിട്ട് ഒന്നുകൂടി റിമൂവ് ചെയ്തുകൊണ്ട് വെക്കുക. ഇനി നെക്സ്റ്റ് ബ്ലാക്ക് ഹെഡാണ് വെക്കുന്നതെങ്കിൽ ബ്ലാക്കിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഹെഡ് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. മസ്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഹെഡിൻ്റെ ആ 2 ഓറഞ്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ആ സ്ലോട്ടിലോട്ട് B എന്ന് എഴുതിയ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഹെഡ് വെക്കുക. എന്നിട്ട് കാണിച്ചു തരാം. വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഹെഡ് അതിലേക്ക് വെക്കുന്നു. എന്നിട്ട് മസ്റ്റായിട്ട് കാരേജ് ക്ലോസ് ചെയ്തിരിക്കണം. അത് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ടോപ്പ് അതും പ്രസ് ചെയ്ത് ലോക്ക് ആക്കിയിരിക്കണം. ഇതിൻ്റെ ഇങ്ക് ഫില്ല് ചെയ്യൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടാങ്കിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുക. ഇവിടെയാണ് നമുക്ക് ഇങ്കിൻ്റെ ലെവൽ കാണാൻ സാധിക്കുന്നത്. താഴെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അവിടെ ഒരു ഡോട്ട് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്കിൻ്റെ ഡോട്ടിൻ്റെ അവിടെ എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ക് ഫില്ല് ചെയ്യൽ വളരെ സിമ്പിളാണ്. ഇങ്ക് വാങ്ങുന്ന സമയത്ത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ഈ സ്കാനർ മോഡ്യൂൾ ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കിൻ്റെ ടാങ്കും റൈറ്റ് സൈഡിൽ കളറിൻ്റെ 3 ടാങ്കുമാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളറും കൊടുത്തിട്ടുണ്ട്. ആ ടാങ്കിൻ്റെ ടോപ്പിൽ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത് ആദ്യം ഞാൻ ബ്ലാക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നേരെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നേരെ ബോട്ടിൽ അതിലേക്ക് ജസ്റ്റ് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഇങ്ക് വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സെയിം സീരീസ് ഇങ്ക് മാത്രമേ ചോദിച്ച് വാങ്ങാൻ പാടുള്ളൂ. ഒരിക്കലും വേറെ സീരീസ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂപ്ലിക്കേറ്റ് നോൺ ജെന്യൂൻ ഇങ്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളുടെ പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ മാറുന്നതാണ്. പിന്നെ ഹെഡ് മാറ്റലും ടാങ്ക് ക്ലീൻ ചെയ്യലും ട്യൂബ് ക്ലീൻ ചെയ്യലൊക്കെ വലിയൊരു എമൗണ്ടിലേക്ക് പോകും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ക് ഫില്ലായി വരുന്നത് നിങ്ങൾക്കിവിടെ വീഡിയോയിൽ കാണാൻ സാധിക്കും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ പല കസ്റ്റമർക്കുള്ള ഒരു സംശയമാണ്, ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം അത് ടാങ്ക് ഫുള്ളായി കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ക് ലോക്ക് ആവുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ബോട്ടിലെടുക്കുക, മാറ്റി വെക്കുക. ശേഷം നിങ്ങൾ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്ത് സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കളറാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ റൈറ്റ് സൈഡിൽ ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. CMY എന്നുള്ളത്
അപ്പോൾ ഞാനിപ്പോൾ സിയാനാണ് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ സിയാൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നേരെ ബോട്ടിൽ ആ ടാങ്കിലേക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇറക്കി വെക്കുക. ഇത് പുതിയൊരു പ്രിൻ്ററാണ്. പുതിയ പ്രിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ക് ബോട്ടിൽ ചെറുതായിരിക്കും വരിക. നിങ്ങൾ നെക്സ്റ്റ് ടൈം ഇങ്ക് ബോട്ടിൽ വാങ്ങുന്ന സമയത്ത് 70 ml വലിയൊരു ബോട്ടിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിയാൻ ഏകദേശം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ മാറ്റി വെക്കുക. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യണം. ഇനി മജന്തയാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ മജന്തൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ബോട്ടിൽ എടുത്താണ് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതിൻ്റെ ടാങ്കിലേക്ക് നേരെ ബോട്ടിൽ ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ മജന്ത നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടാങ്ക് ടോപ്പ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ഇനി യെല്ലോ ആണ് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ യെല്ലോ ബോട്ടിൽ എടുത്താണ് നേരെ അതിലേക്ക് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക് തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് തന്നെയാണ് ഇങ്ക് ഫില്ല് ചെയ്യാനുള്ളത്. അതിന് വേറെ ആളെ നിങ്ങൾ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നേരെ ഇങ്ക് ബോട്ടിൽ വാങ്ങുന്നു, നിങ്ങൾക്ക് തന്നെ ഇങ്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ 4 ടാങ്കും ഫില്ല് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ടാങ്ക് മുകളിലോട്ട് ഓപ്പൺ ചെയ്യുക, സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യുക. ഇനി ഇതാണ് പ്രിൻ്ററിൻ്റെ ഫ്രണ്ട് പാനൽ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കുറേ സ്വിച്ചും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം കാണുന്നത് പവർ ബട്ടനാണ് പ്രിൻ്റർ ഓൺ ഓഫും ചെയ്യാനുള്ളത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മസ്റ്റായിട്ട് പ്രിൻ്റർ ഓഫ് ചെയ്യുന്നത് പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ബാക്കപ്പ് സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, UPSലേക്കോ ഇൻവെർട്ടറിലേക്കോ. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഒരു കാണുന്നത് ഓരോരോ മോഡുകളാണ്. ഇത് കോപ്പി മോഡ്, നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് സിറോക്സ് എടുക്കാൻ വേണ്ടിയുള്ള കോപ്പി മോഡാണത്. ഇത് സ്കാൻ മോഡാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സെറ്റിങ്സ് മോഡാണ് വരുന്നത്, അല്ലെങ്കിൽ സെറ്റപ്പ് മോഡാണ് വരുന്നത്. എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റപ്പ് മോഡ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് ലെഫ്റ്റ് റൈറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ്റ്റാറ്റിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാനുള്ളൊക്കെ ബട്ടനാണത്. ഇത് പിറകോട്ട് പോണ ബട്ടന്. ഓക്കെ, അപ്പോൾ ഞാൻ കോപ്പി മോഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ അഡ്വാൻസ് ആയിട്ട് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മെനു എന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് പോകുന്ന സമയത്ത് പേപ്പർ സൈസ് കൊടുക്കാൻ കഴിയും, ക്വാളിറ്റി മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഓറഞ്ച് സ്റ്റോപ്പ് എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ക്യാൻസലോ സ്റ്റോപ്പോ ചെയ്യണമെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ബട്ടൺ വന്നിട്ടുള്ളത്. അതേപോലെ പ്രിൻ്റർ റിലേറ്റഡ് എന്തെങ്കിലും എറേഴ്സ് സ്ക്രീനിൽ കാണിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ആ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുക. ചില ഡോക്യുമെൻറ്റ്സ്, ചില എറേഴ്സ് നമുക്ക് ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി ഡിലീറ്റ് ആയി അല്ലെങ്കിൽ ആ എറർ പോകുന്നതാണ്. പിന്നെ അതിൻ്റെ നേരെ താഴെ കാണുന്ന ബ്ലാക്ക് കളർ എന്നുള്ള 2 ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് രണ്ടും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള ബട്ടനാണ്. ബ്ലാക്ക് പ്രസ് ചെയ്താൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്റ്റാറ്റ് വരും, കളർ പ്രസ് ചെയ്താൽ കളർ ഫോട്ടോസ്റ്റാറ്റ് വരും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ സ്വിച്ചുകൾ വരുന്നത്. ഇനി പേപ്പർ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പേപ്പർ ലോഡ് ചെയ്യാൻ ഒരു റിയർ ട്രേ ആണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. ഇവിടെയാണ് വരുന്നത്. ആദ്യം ട്രേ ഓപ്പൺ ചെയ്യുന്നു. ഇത് നിങ്ങൾ പേപ്പർ സൈസിന് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറാണ് വരുന്നത്. A4 പേപ്പർ ആണെങ്കിൽ ആദ്യം ഫ്രീ ആക്കി വെക്കുക ആ ലിവർ. എന്നിട്ട് നമ്മൾ നല്ല ഗുഡ് A4 ക്വാളിറ്റി പേപ്പർ വെക്കുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഫ്രീ ആയി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ചെരിയാൻ സാധ്യതയുണ്ട്. ഇനി ചെറിയ സൈസ് 6-4 ആണ് 5 ആണ് പേപ്പറുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രിൻറ്റ് ചെയ്താണ്ട് പുറത്തോട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ചാൽ പ്രിൻറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ് ഇവിടെ വന്ന് ഹോൾഡായി നിൽക്കുന്നതാണ്. ഈ മോഡൽ പ്രിൻ്ററിൽ എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാം എന്നുള്ളതാണ് ഞാൻ അടുത്തത് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്കാനർ ഡോർ ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് സ്കാൻ ചെയ്യാനുള്ള സ്കാനർ ഗ്ലാസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സ്കാനർ വരുന്നത്. ഇവിടെ ഒരു കോർണറിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് വെക്കേണ്ടത്. കാരണം അവിടെ നിന്നാണ് സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കാൻ പറയുന്നത്. അതിനുശേഷം നമുക്ക് ഡോറ് ക്ലോസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട് പാനലിൽ തന്നെ നിങ്ങൾക്ക് അവിടെ ബട്ടൺസ് കാണാൻ സാധിക്കും. അതിനു മുമ്പ് നമുക്ക് ആവശ്യമുള്ള പേപ്പേഴ്സ് ഇവിടെ ട്രയൽ വെക്കുക. എത്ര പേപ്പറാണോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ളത് അപ്പോൾ അത്രയും പേപ്പർ വെക്കണം. ഞാനിപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒരു പേപ്പർ മാത്രമേ വെക്കുന്നുള്ളൂ. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫ്രണ്ട് പാനൽ ഇവിടെ കാണാൻ സാധിക്കും കളർ ആൻഡ് ബ്ലാക്ക് എന്ന് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഞാനിവിടെ ബ്ലാക്ക് കളർ ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് ചെയ്ത് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്റർ ഇപ്പോൾ കോപ്പി മോഡിലാണ്. മസ്റ്റായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുമ്പോൾ പ്രിൻ്റർ കോപ്പി മോഡിലായിരിക്കണം. ആ ബട്ടൺ പ്രസ് ചെയ്ത് കോപ്പി മോഡ് ആക്കിയിരിക്കണം. അതിനുശേഷം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള ആരോ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് കോപ്പീസാണ്, എത്ര കോപ്പി നിങ്ങൾക്ക് വേണമെന്നുള്ളത്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ താഴെ കാണുന്ന ബ്ലാക്ക് കളർ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി കൂടുതൽ പേജസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീനിൽ എത്ര കോപ്പീസാണെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ബട്ടൺ ഒരു തവണ പ്രസ് ചെയ്താൽ മതി. ബാക്കി അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളും. കണ്ടില്ലേ, ഇതേപോലെയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കൽ. ഇനി ഈ മോഡൽ പ്രിൻ്ററിൽ നമ്മുടെ ID കാർഡ്, ലൈസൻസ്, ആധാർ കാർഡ് പോലത്തതെല്ലാം രണ്ട് സൈഡും ഒറ്റ പേജിൽ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും. അത് ഒന്നെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് ചെയ്യണം. ഇനി പ്രിൻ്ററിലൊരു ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആ ഫീച്ചേഴ്സ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ID കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ് പോലത്തെ എല്ലാം രണ്ട് സൈഡും ഒറ്റ പേജിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സാധിക്കും. അതിനാദ്യം പ്രിൻ്റർ നമുക്ക് കോപ്പി മോഡിൽ എടുത്തതിന് ശേഷം മെനു ബട്ടൺ പ്രസ് ചെയ്ത് അതിൽ ID കാർഡ് കോപ്പി പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ സ്പെഷ്യൽ കോപ്പി സെലക്ട് ചെയ്തതിന് ശേഷം ID കാർഡ് പറഞ്ഞ ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ ID കാർഡ് മോഡ് എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ജസ്റ്റ് ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഫ്ലീറ്റ് കാർഡാണുള്ളത്. ജസ്റ്റ് സാമ്പിളിന് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മളവിടെ വെച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഇതിലേതാണോ വേണ്ടത് അപ്പോൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യുക. അപ്പോൾ സ്കാൻ ചെയ്തിട്ടുണ്ട്. സ്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതേപോലെ സ്കാൻ ബാക്ക് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ അടുത്ത ഇതിൻ്റെ ഡോക്യുമെൻ്റ് പിറകുവശം വെച്ചതിന് ശേഷം വീണ്ടും ഈ കാണുന്ന ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി രണ്ട് ഭാഗവും സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒറ്റ പേജിൽ, സിംഗിൾ പേജിൽ നമുക്കത് പ്രിൻ്റ് ചെയ്ത് വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്കാനിങ് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. സ്കാനറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് എടുക്കുക. അത് നമുക്ക് ഈ ഇവിടെ കാണുന്ന സ്കാനർ ഡോറിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണാൻ സാധിക്കും ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് വെക്കേണ്ടത്. കാരണം അവിടെ നിന്നാണ് സ്കാനിങ് തുടങ്ങുന്നത്. ഞാൻ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പ്രിൻ്റ് ചെയ്ത ഒരു ടെസ്റ്റ് പേജിൻ്റെ ഡോക്യുമെൻ്റാണ് എടുത്തിട്ടുള്ളത്. നേരെ ആ കോർണറിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് സ്കാനർ ഡോർ ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനറിൻ്റെ സോഫ്റ്റ്വെയറും കൂടെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. കനോണിൻ്റെ സ്കാനിങ് സോഫ്റ്റ്വെയർ ആയ കനോൺ IJ സ്കാൻ യൂട്ടിലിറ്റി എന്ന ആപ്ലിക്കേഷനാണ് സ്കാനിങ്ങിന് ഉപയോഗിക്കേണ്ടത്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ്. നമ്മൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനർ ഡ്രൈവറും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഞാനിപ്പോൾ ഫയൽ ലൊക്കേഷനിൽ പോയി നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും IJ സ്കാൻ യൂട്ടിലിറ്റി എന്നുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ജസ്റ്റ് ഹോം പേജിൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷനാണ്. അതായത് നമുക്ക് PDF ആണ് അധികം പേരും സ്കാൻ ചെയ്യുന്നത്, കുറച്ച് ക്വാളിറ്റിയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഓട്ടോ കൊടുത്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്, ഫോട്ടോ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെയിൻലി ആവശ്യമുള്ളത് ഈ ഡോക്യുമെൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാൻ വേണ്ടി അതിന് താഴെ കാണുന്ന സ്കാൻ ഗിയർ എന്നുള്ള ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഫോട്ടോ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സ്കാൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഫോട്ടോ മോഡിലായിരിക്കും സേവ് ചെയ്യുക. ഡോക്യുമെൻ്റ് ആകുമ്പോൾ PDF നല്ല ക്വാളിറ്റി തന്നെ, ബെറ്റർ ക്വാളിറ്റി തന്നെ സ്കാനിങ് ആവുന്നതാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ലോഡിങ് നിങ്ങൾക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും. ഏകദേശം സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കാനിങ് കംപ്ലീറ്റ് ആയ ചെറിയൊരു മെസ്സേജ് വരുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ മെസ്സേജ് വരുന്നതാണ്. നിങ്ങൾക്ക് വീണ്ടും സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കാൻ കൊടുക്കുക. അല്ല വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ നോർമൽ കേസിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോട്ടോയിൽ സേവ് ആവുന്നതാണ്. ഞാൻ ജസ്റ്റ് എക്സിറ്റ് എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ആദ്യം പ്രിവ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്ത ഫയൽ ഓട്ടോമാറ്റിക് തന്നെ ഓപ്പണായി വരുന്നതാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ആ ഫയൽ കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്ത അതേപോലെ തന്നെയാണ് ഉള്ളത്. ക്വാളിറ്റിയിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. ഇനി നിങ്ങൾ നേരത്തെ കണ്ട് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരുന്നത്, അത് മെയിൻലി എന്തിനാണ് യൂസ് ചെയ്യുക, അവിടെ സ്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. സ്കാനിങ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഒറ്റ PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ 1, 2 അങ്ങനെ 1 by 1 ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. സ്കാനിങ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ സ്കാൻ എന്തിനാണ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ അടുത്ത ഡോക്യുമെൻറ്റ് വെച്ച് വീണ്ടും ഈ സ്കാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ വീണ്ടും സ്കാനിങ് സ്റ്റാർട്ടാവും. അങ്ങനെ നിങ്ങൾ ആ സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ തന്നെ അവിടെ പിന്നെയും നമ്മൾ നേരത്തെ കണ്ട പോലെ സ്കാൻ എക്സിറ്റ് ആൻഡ് ഓപ്ഷൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഡോക്യുമെൻറ്റ് വെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത ഡോക്യുമെൻറ്റ് വെച്ച് വീണ്ടും സ്കാൻ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മെസ്സേജ് കാണിക്കുമ്പോൾ അവിടെ വീണ്ടും സ്കാൻ കൊടുക്കുക. എന്നിട്ട് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പ്രിവ്യൂ കാണിച്ചു തരാം. ജസ്റ്റ് ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 2 പേജായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇത് പഴയ ഫയലാണ്. ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. യെസ്, കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒറ്റ PDF ഫയൽ തന്നെ 2 പേജസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുക. ഇനി നമുക്കിവിടെ വേറെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ പരിചയപ്പെടുത്തി തരാം. ഞാൻ ഇവിടെ സ്കാൻ ഗിയർ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ സ്കാൻ ഗിയർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ബോക്സാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ നമുക്ക് ക്രോപ്പ് കാര്യം ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളിവിടെ പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുന്നു. പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യും. നമ്മൾ വെച്ച ഡോക്യുമെൻ്റ് പ്രിവ്യൂ ഇവിടെ കാണിച്ചു തരുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എത്ര ഭാഗമാണ് ഇതിൽ വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നമ്മൾ ക്രോപ്പ് ചെയ്ത അത്രയും അല്ലെങ്കിൽ സെലക്ട് ചെയ്ത ആ ഭാഗം മാത്രമേ സ്കാൻ ആവുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്കാൻ ഗിയർ പറഞ്ഞ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. പല ആളുകൾക്കും അത് അറിയില്ല. ഒരു വേറെ ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ അത് ചെയ്യാറ്. കമ്പനി ഇൻബിൽട്ടായിട്ട് തന്നെ ഇങ്ങനൊരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ താഴെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാം. നമുക്ക് സെറ്റിങ്സ് പരിചയപ്പെടാം. അപ്പോൾ സെറ്റിങ്സ് പറഞ്ഞാൽ ഇവിടെ ഓട്ടോ സ്കാൻ കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോ സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോൻ്റെ സെറ്റിങ്സാണ് പരിചയപ്പെടുത്തി തരുന്നത്. അതിൽ ഡോക്യുമെൻ്റ് പറഞ്ഞാൽ ഇവിടെ ഡോക്യുമെൻ്റ് സ്കാനാണ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യണം ആദ്യം. ഞാനിപ്പോൾ ജസ്റ്റ് ഡോക്യുമെൻ്റ് സ്കാൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ഇവിടെ ഡോക്യുമെൻ്റ് സ്കാൻ സെലക്ട് ചെയ്ത് പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും അതേപോലെ ഫയൽ ലൊക്കേഷൻ ഏതാ വേണ്ടത്, ഫയൽ ലൊക്കേഷൻ എവിടെയാണ് വേണ്ടത് എന്നുള്ളതെല്ലാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അതും സോഴ്സ് ടൈപ്പ് ഏതാ വേണ്ടതെന്നുള്ളത് കൊടുക്കുക. പിന്നെ കളർ മോഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ ഗ്രേ സ്കെയിലാണോ ഏതാ വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടം സെലക്ട് ചെയ്യാവുന്നതാണ്. നോർമൽ എല്ലാവരും കളറാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഡോക്യുമെൻ്റ് സൈസ് എത്രയാണ് വേണ്ടത് എന്നുള്ളത് നോർമൽ എല്ലാവരും A4 ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് റെസൊല്യൂഷന്. നിങ്ങൾക്ക് എത്ര റെസൊല്യൂഷനാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. റെസൊല്യൂഷൻ കൂടുന്തോറും ക്ലാരിറ്റി എല്ലാം കൂടുന്നത് നമ്മൾ ഫയൽ സൈസ് മാത്രമേ കൂടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് ഫയൽ നെയിമാണ് നിങ്ങൾക്ക് ഏത് പേരിലാണ് വേണ്ടത് എന്നുള്ളതാണ്. പിന്നെ അവിടെ ചോദിക്കുന്നത് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം അവിടെ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ക്യാൻസൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാറ്റ ഫോർമാറ്റ് അത് നമുക്ക് ഏത് ടൈപ്പ് ഫയലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ടിഫാണ് ടിഫ്, JPEG ആണ് JPEG, PDF ആണ് PDF. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് വരുന്നത്. കൂടുതൽ സെറ്റിങ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുക. കാരണം അത്ര വലിയ പ്രസക്തി ഇല്ലാത്ത ഭാഗങ്ങളാണ്, അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാത്തത്. അപ്പം ഇനി നിങ്ങൾക്ക് അടുത്തത് ഫോട്ടോ സ്കാൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്ന ഇതേപോലെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചേഞ്ച് ചെയ്ത സേവ് സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെസൊല്യൂഷൻ്റെ കാര്യം പറഞ്ഞത്. റെസൊല്യൂഷൻ ഇത്രയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വേണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്ത സെറ്റിങ്സ് അവിടെ ഡിഫോൾട്ടായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്കാനിങ്ങിൻ്റെ സെറ്റിങ്സ് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രിൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അടുത്തത് പ്രിൻറ്റിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള പേപ്പർ ഏതാണോ അത് നമ്മൾ ഈ ട്രയൽ വെക്കണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലൂ ലിവർ അഡ്ജസ്റ്റ് ഫ്രീ ആക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പേപ്പർ A4 ആണെങ്കിൽ A4 വെക്കുക. ഇനി അതല്ല നിങ്ങൾ 6-4 5 8-10 അങ്ങനെ ഏത് സൈസാണോ ആ സൈസ് പേപ്പർ നിങ്ങൾ ഇതിൽ ട്രയൽ വെക്കണം. എന്നിട്ട് അതിനുശേഷം ഈ ലിവർ അഡ്ജസ്റ്റ് ചെയ്യുക. പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒരു കളർ ഡോക്യുമെൻ്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ കീബോർഡിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തൊരു മാറ്ററാണ്. നോർമൽ കേസിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി Ctrl+P ആണ് ഷോർട്ട് കീ ആയിട്ട് ഉപയോഗിക്കുന്നത്. Ctrl+P ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ബോക്സ് ഓപ്പൺ ആയി വരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ മെനുവിൽ പോയി പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും
ഈ ഒരു ബോക്സ് ഓപ്പണായി വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രിൻറ്റിങ്ങിൻ്റെ ബോക്സാണിത്. അപ്പോൾ നമ്മളിവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോർമൽ കേസിൽ ഇവിടെ എത്ര നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണമെന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. നോർമൽ എല്ലാവരും അതാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഓക്കെ എന്ന് കൊടുത്തു, പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കൂടെ കാണാൻ സാധിക്കും. ഇത് നോർമൽ സെറ്റിങ്സ് വെച്ചിട്ടുള്ളതാണ്, ഡിഫോൾട്ട് സെറ്റിങ്സ് വെച്ചിട്ടുള്ള പ്രിൻറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഇനി കൂടുതൽ അഡ്വാൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഞാൻ ആ ഡോക്യുമെൻറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Ctrl+P അല്ലെങ്കിൽ നമ്മൾ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ബോക്സ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേരിൻ്റെ അവിടെ നേരെ റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷന് ജസ്റ്റ് ആ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ബോക്സ് ഓപ്പണായി വന്നു. ഇതാണ് പ്രിൻ്ററിൻ്റെ മെയിൻ സെറ്റിങ്സിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ഫോട്ടോ പ്രിൻറ്റിങ് 2 ഓപ്ഷൻ വരുന്നുണ്ട്. ഈ മോഡൽ പ്രിൻ്റർ സാധാരണ കളർ ഡോക്യുമെൻ്റ് പ്രിൻ്റർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയും പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ സെറ്റിങ്സിൽ വന്നിട്ട് ഫോട്ടോ പ്രിൻറ്റിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റേതായ ക്ലാരിറ്റിയിൽ തന്നെ പ്രിൻറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ പ്രിൻറ്റിംഗ് ആണെങ്കിൽ താഴെ കാണുന്ന ഫോട്ടോ പ്രിൻറ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സെറ്റിങ്സൊക്കെ ടോട്ടലി ഇവിടെ താഴെ കാണുന്ന സെറ്റിങ്സൊക്കെ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ അടുത്തത് താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഗ്രേ സ്കെയിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിംഗ് മാത്രമായിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് മീഡിയ ടൈപ്പ്, അതായത് നമ്മൾ ഏത് ടൈപ്പ് പേപ്പറാണ് ട്രയൽ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ അതിനനുസരിച്ചുള്ള പ്രിൻറ്റിങ് നടക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ഇക്കണോമി എന്ന് കാണാൻ കഴിയും. എക്കണോമി എന്ന് ഉദ്ദേശിച്ചത് ലോ ഇങ്ക് വെച്ചിട്ട് കൂടുതൽ പേജസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ ക്ലാരിറ്റി കുറവായിരിക്കും. നമ്മളിവിടെ മീഡിയ ടൈപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലെയിൻ പേപ്പർ കാണാൻ സാധിക്കും. നോർമൽ കേസിൽ പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ പ്ലെയിൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോട്ടോ പേപ്പേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്താണ് ഇവിടെ ഏതാണ് നിങ്ങളുടെ പേപ്പർ, ഏത് ടൈപ്പ് പേപ്പറാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ താഴെ കാണുന്ന അതർ പേപ്പേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് ഹൈ റെസൊല്യൂഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി നിങ്ങൾക്ക് തരുന്നതാണ്. പിന്നെ ഇവിടെ പേജ് സൈസാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യാം. അഡ്വാൻസ് ആയിട്ട് കൂടുതൽ ഏതെങ്കിലും വേറെ സൈസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൈസ് കാര്യങ്ങളെല്ലാം കൊടുത്ത് പുതിയൊരു സൈസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓറിയൻറ്റേഷൻ എങ്ങനെ വേണ്ടതെന്നുള്ളത്, ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റ് ആണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാം. ഇത് പിന്നെ പ്രിൻറ്റിംഗ് ക്വാളിറ്റി, ഇതിവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ്, എക്കണോമി, ഹൈ. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ നോർമൽ ക്വാളിറ്റിയാണ് ഉണ്ടാവുക. എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു ഇങ്കിൽ കൂടുതൽ പേപ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്കണോമി ഉപയോഗിക്കുന്നത്. പക്ഷേ ക്വാളിറ്റി കുറവായിരിക്കും. ഒന്നുകൂടി ക്വാളിറ്റി കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈയിൽ സെലക്ട് ചെയ്തിട്ട് വേണം പ്രിൻറ്റ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും പ്രിൻറ്റിങ്, പക്ഷേ മാക്സിമം ആ പ്രിൻ്ററിന് ചെയ്യാവുന്ന മാക്സിമം ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് പ്രിൻറ്റിങ് നടക്കുന്നതാണ്. പിന്നെ പേപ്പർ സോഴ്സ്, എവിടെ നിന്നാണ് പേപ്പർ വലിക്കേണ്ടത് എന്നാണ്. അതായത് നമുക്ക് ആകെ ഒരു സോഴ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് കോപ്പീസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൻസിനും എത്ര പേജസ് വേണോ അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഓക്കെ എന്ന് കൊടുത്താൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ഞാൻ നേരത്തെ കണ്ട പോലെ നമ്മളിവിടെ ജസ്റ്റ് ഫോട്ടോ പ്രിൻറ്റിംഗ് ആക്കി സെലക്ട് ചെയ്തു. അതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും ഡിഫോൾട്ടായിട്ട് തന്നെ ഇവിടെ സൈസും പേപ്പർ മീഡിയ ടൈപ്പ് എല്ലാം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാറുന്നതാണ്. ക്വാളിറ്റി മാറില്ല, അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രിൻ്ററിൽ വരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്, ഒറിജിനൽ ഇങ്ക് തന്നെ ഉപയോഗിക്കുക. മൂന്നാമത്തെ കാര്യം, പ്രിൻ്ററിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്ത് മാത്രമേ പ്രിൻ്റർ ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഡയറക്റ്റ് ഓഫ് ആക്കുക, കറണ്ട് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവുകയോ ചെയ്യരുത്. പ്രിൻ്റർ ഒരു UPSലേക്കോ ഇൻവെർട്ടറിലേക്കോ മസ്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്ററിന് മെയിൻ്റനൻസ് വരുന്നതാണ്. ഈ പെട്ടെന്ന് ഇങ്ക് കഴിയുക, വെരി സ്ലോ പ്രിൻറ്റിംഗ് ആവുക മുതലായ കംപ്ലയിൻസ് എല്ലാം കാണിക്കുന്നതാണ്. നാലാമത്തെ കാര്യം, ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം ട്രയൽ പേപ്പർ വെക്കുക. അല്ലാത്ത സമയം കഴിയുന്നതും പേപ്പർ ട്രയൽ വെക്കാതിരിക്കാൻ നോക്കുക. കാരണം ഇപ്പോഴത്തെ പേപ്പറുകൾക്കെല്ലാം ക്വാളിറ്റി കുറവാണ്. അപ്പോൾ കുറേ നേരം ട്രയൽ കടന്നു കഴിഞ്ഞാൽ ബെൻഡായിക്കൊണ്ട് പേപ്പർ ജാമിന് സാധ്യത ഉണ്ടാക്കും.
അഞ്ചാമതായി മറ്റൊരു കാര്യം പാടാം, നിങ്ങൾക്ക് പ്രിൻ്റർ ഡെയിലി യൂസേജ് ഇല്ല എന്നുണ്ടെങ്കിലും ഡെയിലി ഓൺ ആക്കിയില്ലെങ്കിലും ചെയ്യുക ഒരു അരമണിക്കൂർ. എത്രത്തോളം നിങ്ങൾ പ്രിൻ്റർ യൂസ് ചെയ്യുന്നു അത്രത്തോളം കൂടുതൽ പെർഫെക്റ്റിൽ ലോ മെയിൻ്റെനൻസിൽ വർക്ക് ചെയ്യുന്നതാണ്. പ്രിൻ്ററിൻ്റെ യൂസേജ് കുറയുമ്പോഴാണ് മെയിൻ്റെനൻസ് കൂടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ് നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ.